നമസ്കാരം. മറവി രോഗമായ അൽഷിമേഴ്സിൻ്റെ ആദ്യകാല ലക്ഷണങ്ങളിൽ ഒന്നായി ഗന്ധം തിരിച്ചറിയാനുള്ള ശേഷിക്കുറവിനെ ശാസ്ത്രലോകം ഇന്ന് വിലയിരുത്തുകയാണ്. സാധാരണയായി ഓർമ്മശക്തിയെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലരിലും ഗന്ധം തിരിച്ചറിയാനുള്ള പ്രയാസങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ജർമ്മനിയിലെ DZNE, ലുഡ്വിഗ് മാക്സിമിലൻസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനം നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തലച്ചോറിലെ പ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ മാറ്റങ്ങളാണ് ഈ പ്രക്രിയയ്ക്ക് പിന്നിലെന്ന് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ ഗവേഷണം വ്യക്തമാക്കുന്നു. മനുഷ്യരിലും എലികളിലും നടത്തിയ വിപുലമായ പഠനങ്ങളിലൂടെ തലച്ചോറിലെ മൈക്രോഗ്ലിയ എന്ന പ്രതിരോധ കോശങ്ങളുടെ പങ്കിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ മൂക്കിൽ നിന്നുള്ള ഗന്ധങ്ങളെ അപഗ്രഥിക്കുന്ന ഓൾഫാക്ടറി ബൾബ്, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ലോക്കസ് കോറിലസ് എന്നീ രണ്ട് പ്രധാന ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഈ കോശങ്ങൾ തകർക്കുന്നതാണ് ഗന്ധം നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. സാധാരണഗതിയിൽ ഉപയോഗശൂന്യമായ നാഡീബന്ധങ്ങളെ നീക്കം ചെയ്യാനാണ് മൈക്രോഗ്ലിയ സഹായിക്കുന്നത്. എന്നാൽ അൽഷിമേഴ്സിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ലോക്കസ് കോറിലസിൽ നിന്നുള്ള നാഡീതന്തുക്കൾ അമിതമായി പ്രവർത്തിക്കുകയും അവ കേടായതാണ് എന്ന തെറ്റായ സന്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതോടെ തലച്ചോറിൻ്റെ പ്രതിരോധ സംവിധാനം ഈ സുപ്രധാന ബന്ധങ്ങളെ അനാവശ്യമാണെന്ന് കരുതി നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോൾ നാഡീകോശങ്ങളുടെ ആവരണമായ മെംബ്രെയിനുകളിൽ ഉണ്ടാകുന്ന പ്രത്യേക മാറ്റങ്ങളാണ് ഈ നശീകരണത്തിന് വഴി തെളിക്കുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തി. സാധാരണയായി നാഡീകോശങ്ങളുടെ ഉൾഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ഫോസ്ഫാറ്റിഡിൽസെറിൻ എന്ന തന്മാത്രകൾ അൽഷിമേഴ്സ് ബാധിക്കുന്നതോടെ കോശത്തിന് പുറത്തെ ഉപരിതലത്തിലേക്ക് എത്തുന്നു. ശാസ്ത്രീയമായി ഇതിനെ ഒരു ഈറ്റ് മീ സന്ദേശമായിട്ടാണ് മൈക്രോഗ്ലിയ കോശങ്ങൾ കണക്കാക്കുന്നത്. ഇതോടെ ഈ സുപ്രധാനമായ നാഡീബന്ധങ്ങൾ ഉപയോഗശൂന്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും പ്രതിരോധ കോശങ്ങൾ അവയെ ഭക്ഷിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നാഡീകോശങ്ങളുടെ അമിതമായ പ്രവർത്തനമാണ് ഇത്തരമൊരു മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത്. എലികളിൽ നടത്തിയ നിരീക്ഷണങ്ങളും മരണപ്പെട്ട രോഗികളുടെ തലച്ചോറിലെ ടിഷ്യൂ പരിശോധനയും ഇതിനു പുറമെ PET സ്കാനിങ്ങും വഴിയാണ് ഗവേഷകർ ഈ നിഗമനങ്ങളിൽ എത്തിയത്. ഗന്ധം തിരിച്ചറിയാനുള്ള പ്രയാസങ്ങൾ ദശകങ്ങളായി അൽഷിമേഴ്സുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത്. രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തലച്ചോറിൽ സംഭവിക്കുന്ന ഇത്തരം പ്രതിരോധപരമായ മാറ്റങ്ങളെ തിരിച്ചറിയുന്നത് അൽഷിമേഴ്സിനെതിരായ പോരാട്ടത്തിൽ വലിയ വിജയമായി മാറും. ഈ കണ്ടെത്തൽ അൽഷിമേഴ്സ് രോഗനിർണയത്തിലും ചികിത്സയിലും വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അൽഷിമേഴ്സ് ചികിത്സയ്ക്കായി നിലവിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അമിലോയിഡ് ബീറ്റ ആൻറ്റിബോഡികൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഏറ്റവും ഫലപ്രദമാകുന്നത് രോഗം പ്രാരംഭ ദശയിലായിരിക്കുമ്പോഴാണ്. ഓർമ്മക്കുറവ് പോലെയുള്ള ഗുരുതരമായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ ഗന്ധം തിരിച്ചറിയാനുള്ള ശേഷിയിലെ മാറ്റങ്ങൾ പരിശോധിക്കുന്നതിലൂടെ രോഗസാധ്യതയുള്ളവരെ കണ്ടെത്താൻ സാധിക്കും. ഇത് നേരത്തെയുള്ള ചികിത്സയ്ക്കും അതുവഴി രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വലിയ രീതിയിൽ സഹായിക്കും. വരും കാലങ്ങളിൽ സാധാരണ വൈദ്യപരിശോധനകളുടെ ഭാഗമായി ഇത്തരം ഘ്രാണശക്തി പരിശോധനകൾ മാറുന്നത് രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ ഉപകരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രത്യാശിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി TV.